അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം അടുക്കളത്തോട്ടത്തിലുള്ള കുറച്ച് തക്കാളി പറിച്ചിട്ട് നമ്മൾ തക്കാളി ചട്നി ആക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. തക്കാളി ചമ്മന്തി. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറിച്ചെടുത്ത തക്കാളിയെ. അപ്പം നമുക്കിത് കൊണ്ടുപോയിട്ട് തക്കാളി ചമ്മന്തിയാക്കാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമ്മുടെ തക്കാളി ചട്നിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 2 സവോള, അതുപോലെ തന്നെ 2 പച്ചമുളക്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനുള്ളത്. അത് ഇത്രയും നമ്മൾ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ തക്കാളി ചട്നി. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും നേരത്തെ. പക്ഷേ ഞാൻ വെക്കുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കിനും അത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാനായിട്ട് തുടങ്ങുക. ഫസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടി, ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും. ഉപ്പ് ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ഇട്ടത്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് മുളക് പൊടി ഇട്ടത് കേട്ടോ. മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ചിക്കൻ മസാലയുടെ ഫ്ലേവറിനൊരു വേറിട്ടൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി നല്ല മസാലയൊക്കെ ഒന്ന് വഴറ്റി നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ രീതിയിലൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഉപ്പും അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണെന്ന് നോക്കി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ടാകും കേട്ടോ ഇപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്.